ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നിറമ്പാച്ചൻ, ആദരണീയരായ വൈദികരെ, സ്നേഹമുള്ളവരെ, സമയം ഒരല്പം കൂടുതലായി എന്നെനിക്കറിയാം. എങ്കിലും എൻ്റെ അപ്പനെ യാത്രയാക്കുമ്പോൾ എന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതെൻ്റെ അപ്പനോട് ഞാൻ ചെയ്യുന്ന ഒരു അപരാധമായിരിക്കും. ഞങ്ങൾ 5 മക്കളിൽ മൂന്നാമനാണ് ഞാൻ. പക്ഷെ അപ്പനെ ദൂരെ നിന്ന് മാത്രം സ്നേഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ അപ്പൻ എന്നെ കരുതിയ വിധങ്ങളെ ഒക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുകയൊക്കെ ചെയ്തു. സഹോദരങ്ങളെ, എല്ലാവർക്കും നന്ദി പറയുന്നതിന് മുമ്പ് എൻ്റെ അപ്പനെ കുറിച്ച് ഞാനൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ദേശത്ത് ജനിച്ചു വളർന്ന് 14-ാമത്തെ വയസ്സിൽ ചെന്നൈയിലേക്ക് പോയി അവിടെ അത്രയും ചെറുപ്പത്തിൽ തന്നെ മദ്രാസിൽ ആരുമില്ലാതിരുന്ന, സ്വന്തമെന്ന് ആരുമില്ലാതിരുന്ന സ്ഥലത്ത് പോരാടി ഏറ്റവും ഉന്നതങ്ങളിൽ നല്ല നിലയിൽ ജീവിച്ച ഒരു മനുഷ്യൻ. ഞങ്ങൾ എല്ലാവരും മക്കളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ അപ്പന് പ്രായമായപ്പോൾ അപ്പന് ആഗ്രഹം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരണം. അതുകൊണ്ട് മാത്രം അപ്പൻ്റെ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു. അത് യഥാർത്ഥത്തിൽ അതുവരെയും ഒരേ വീട്ടിൽ താമസിച്ച് ഞങ്ങൾ മക്കൾ പല സ്ഥലങ്ങളിലേക്ക് പിന്നീട് ചെതറുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വിവാഹം കഴിച്ച് പല വീടുകളായി. പക്ഷെ ഞങ്ങളെ എപ്പോഴും കൂട്ടിച്ചേർത്ത് നിർത്തിയിരുന്നത് ഞങ്ങളുടെ അപ്പനും അമ്മയുമാണ്. ഞങ്ങൾ 5 മക്കളെ പൊന്നുപോലെ എൻ്റെ അപ്പൻ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൻ്റെ വാർദ്ധക്യത്തിൽ പക്ഷെ മക്കളെല്ലാം കൂടെ വന്ന് നിൽക്കണമെന്ന് അപ്പൻ ആഗ്രഹിച്ചപ്പോൾ അത് സാധിച്ചില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ 1 വർഷമായി തടാകം ആശ്രമത്തിൽ നിന്നും എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി PhD പൂർത്തീകരിക്കുവാനായിട്ട് ഞാൻ അവധിയെടുത്ത് നാട്ടിൽ വന്നു. ഞാൻ അപ്പൻ്റെ അനുഭവത്തോടു കൂടി ഞാനിവിടെ താമസിച്ച് എൻ്റെ അപ്പനെ ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അപ്പൻ വളരെ കർക്കശക്കാരനായിരുന്നു, വളരെ ദേഷ്യപ്പെടും. പലപ്പോഴും ഓർക്കും, അപ്പൻ എന്താ ഇങ്ങനെ ഇത്രയും കർക്കശത്തോടു കൂടി സംസാരിക്കുന്നത്. പക്ഷേ ആ ദേഷ്യപ്പെടുന്ന നിമിഷം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കോപം. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങളെക്കുറിച്ചുള്ള കരുതൽ, സ്നേഹം, അത് ഈ ദേശത്തുള്ള പലർക്കും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കും അയൽവാസികൾക്കൊക്കെ അറിയാം. ഹി വാസ് സോ സ്ട്രിക്റ്റ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പനെ ഞങ്ങൾ ഹിറ്റ്ലർ എന്ന് പോലും വിളിച്ചിരുന്നു, അത്രയ്ക്ക് സ്ട്രിക്റ്റാണ്. പക്ഷേ ഞാൻ തന്നെയാണെങ്കിലും, ഞാനൊരു അച്ഛനാണ്, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ എന്നോട് നേരിട്ട് ചോദിക്കത്തൊന്നുമില്ലായിരിക്കാം. പക്ഷെ എൻ്റെ അമ്മയോട് അപ്പൻ കൃത്യമായി, അത് ഏത് നട്ടപ്പാതിരാക്കാണേലും ചോദിക്കും, മോൻ വന്നോ, അമ്മേലും കഴിച്ചോ, ഇന്ന് എവിടെയായിരുന്നു കുർബാന, ഇങ്ങനെ കൃത്യമായി എല്ലാ കാര്യങ്ങളും അമ്മയോട് ചോദിച്ചറിയും. ഞങ്ങളുടെ മുമ്പിൽ അത്ര സ്നേഹപ്രകടനങ്ങളൊന്നും അപ്പൻ നടത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങളെക്കുറിച്ചുള്ള കരുതൽ അപ്പന് വളരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചുമക്കൾ, മരുമക്കൾ, അപ്പന് പെമ്മക്കളില്ലാത്തത് കൊണ്ട് എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങളുടെ മക്കളെ, പെമ്മക്കളെ അപ്പൻ ഒത്തിരി സ്നേഹിച്ചിരുന്നു. ഓരോരുത്തർക്കും ഓരോ പേരിട്ടിരുന്നു എൻ്റെ അപ്പൻ. അവരുടെ വിളിപ്പേരല്ലാതെ വേറെ പേരിട്ട് അവരെ വിളിച്ചു. അവരെ എല്ലാം ഫോൺ വിളിച്ചു. അന്നൊക്കെ ഞാൻ അപ്പനോട് പറയും, അപ്പ ഇങ്ങനെ എപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾക്കുള്ളിൽ അപ്പൻ്റെ വിളി കേൾക്കാത്തത് കൊണ്ടുള്ള വിഷമം ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ എൻ്റെ അമ്മയെ പ്രത്യേകം ഒന്ന് ഓർക്കുകയാണ്. 50-51 വർഷമായിട്ട് എൻ്റെ അപ്പൻ്റെ കൂടെ ജീവിക്കുന്നു. ഞങ്ങളെപ്പോഴും പറയും, ഈ അമ്മയെ കൊണ്ടല്ലാതെ ഈ അപ്പനെ നോക്കാൻ വേറെ ഒരാൾക്ക് കഴിയത്തില്ല, വേറെ ഒരാൾക്കും കഴിയത്തില്ല. അത്രയ്ക്ക് എൻ്റെ അപ്പനെ പൊന്നുപോലെ എൻ്റെ അമ്മ സൂക്ഷിച്ചു, കൊണ്ടു നടന്നു. നാട്ടിൽ വന്ന് അപ്പന് ആരോഗ്യമുണ്ടായിരുന്നിടത്തോളം കാലം പള്ളിയിൽ ഒരുമിച്ച് അവർ വന്നിരുന്നു. കൃത്യമായി ഒരു കുർബാന പോലും എൻ്റെ അപ്പൻ മുടക്കിയിട്ടില്ല. എന്നാൽ വാർദ്ധക്യമായി നടക്കാൻ പ്രയാസമായപ്പോഴാണ് പള്ളിയിലേക്ക് വരവ് അപ്പൻ്റേത് കുറഞ്ഞത്. ഞങ്ങൾ കുഞ്ഞുനാളിൽ വളർന്നപ്പോൾ പള്ളിയിൽ ഒരു ഞായറാഴ്ച മക്കൾ ആരെങ്കിലും മുടക്കിയാൽ, അല്ലെ സൺഡേ സ്കൂൾ മുടക്കിയാൽ, നട്ടുച്ചയ്ക്ക് ചെന്നൈയിലെ വെയിലത്തെ മുറ്റത്ത് ഞങ്ങളെ മുട്ടുകുത്തിച്ച് നിർത്തുമായിരുന്നു. അത് ഒരു പനിഷ്മെൻ്റായിട്ട് അന്നൊക്കെ തോന്നി. പക്ഷേ അത് ഞങ്ങളെ ശിക്ഷണത്തിലൂടെ വളർത്തുകയായിരുന്നു എൻ്റെ അപ്പൻ. ഞങ്ങൾ 5 പേരും തമ്മിൽ ഒരു വഴക്കുണ്ടാകാതെ അപ്പൻ നോക്കിയിരുന്നു. അപ്പൻ ഞങ്ങളെ ചേർത്ത് നിർത്തിയിരുന്നു, അമ്മയും ചേർത്ത് നിർത്തി.
സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ സമയം എടുക്കണില്ല, ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. അപ്പൻ്റെ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങളായി പലരെയും ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൻ്റെ എല്ലാവരെയും കാണണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആ വിളിച്ച് ആർക്കെങ്കിലൊക്കെ അത് ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ ചിലപ്പം തോന്നിയിട്ടുണ്ടായിരിക്കാം. അവരോട് ഞാൻ പറയുന്നു, നിങ്ങളോടൊക്കെ അത്രമേൽ സ്നേഹം എൻ്റെ അപ്പനുണ്ടായിരുന്നു. പാടിപ്പള്ളിയുടെ സ്ഥാപകരിൽ ഒരാളാണ് എൻ്റെ അപ്പൻ. പാടിപ്പള്ളി മദ്രാസിൽ വെച്ച് മരിക്കുവാൻ ഇടയായി. അത് കാരണം അപ്പന് താഴെ വീണ് ഹിപ്പിൻ്റെ അവിടെ ഒരു പൊട്ടലുണ്ടായി. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കാൻ നോക്കി. അപ്പൻ സമ്മതിച്ചില്ല. പക്ഷെ ചെന്നൈ പോകാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. മദ്രാസിലേക്ക് ഞാനും എൻ്റെ സഹോദരൻ കൂടി വീൽ ചെയറിലൊക്കെ ആക്കി കൊണ്ടുപോയി. സർജറി ചെയ്ത് സൗഖ്യത്തോടെ നടത്തി കൊണ്ടുവരാമെന്നുള്ളൊരാഗ്രഹമായിരുന്നു. പക്ഷേ സർജറിക്ക് തൊട്ട് മുമ്പ് അപ്പൻ മരിച്ചു. അപ്പൻ്റെ ദേഹത്ത് കത്തിവെക്കാൻ അപ്പന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പൻ ഈ ലോകത്തോട് പെട്ടെന്ന് പോയതായി ഞങ്ങൾ ഓർത്ത് വിഷമിക്കുകയാണ്. പക്ഷേ മദ്രാസിൽ കൊണ്ടുപോയതിലൂടെ ഒരു സംഭവം, ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ടായത്, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, അമ്മയുടെ സഹോദരങ്ങളെ, പള്ളിക്കാരെ എല്ലാവരെയും അപ്പൻ കണ്ടു. എല്ലാവരെയും കണ്ട് സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ അപ്പൻ പോയത്. മാത്രമല്ല, ഒരുപക്ഷെ നാട്ടിൽ വെച്ചാണ് മരിച്ചതെങ്കിൽ അമ്മയും ഞാനും മാത്രമായി പോയനെ. പക്ഷെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പാടിപ്പള്ളി അത് ഞങ്ങളുടെ ശ്വാസമാണ്, അത് ഞങ്ങളുടെ ജീവനാണ്. അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ വികാരി അച്ഛൻ ഇവിടെയുണ്ട്, പള്ളിക്കാർ പലരും ഇവിടെയുണ്ട്. മറ്റൊരു ഇടവകയിൽ ഞാൻ കാണാത്ത ഒരു സ്നേഹബന്ധം, കരുതൽ പാടിപ്പള്ളിയിലുണ്ട്. അപ്പൻ മരിച്ച് ഞങ്ങൾ മക്കള് ഷോക്കായി നിൽക്കുക. എന്ത് ചെയ്യണം, എങ്ങനെ ക്രമീകരിക്കണം എന്നറിയാൻ വയ്യാതെ നിന്നപ്പോൾ ഞങ്ങളുടെ വികാരി അച്ഛൻ MP ജേക്കബ് അച്ഛൻ പറഞ്ഞു, ഞാനുണ്ട്, വിഷമിക്കരുത്. അച്ഛൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. പള്ളിക്കാർ തണ്ട് ഇവിടെ നിൽക്കും. പാടിപ്പള്ളിക്കാർ മുഴുവൻ തിരിച്ച് ഞങ്ങളെ അവിടെ നിന്ന് വണ്ടി കയറ്റി വിടുന്ന വരെയുള്ള എല്ലാ ക്രമീകരണങ്ങളും പാടിപ്പള്ളിക്കാർ ചെയ്തു. ഞങ്ങളൊന്നും അറിയേണ്ടി വന്നില്ല. ഞങ്ങൾ വെറുതെ നിന്ന് കരഞ്ഞതേ ഉള്ളൂ. പക്ഷേ മുഴുവൻ കാര്യങ്ങളും അവർ ചെയ്തു. പാടിപ്പള്ളിയോട് അവിടുത്തെ വികാരി അച്ഛൻ വന്നിയ MP ജേക്കബ് അച്ഛൻ എല്ലാ വൈദികരോടുള്ള സ്നേഹം ഞാൻ അറിയിക്കട്ടെ. പാടിപ്പള്ളിക്കാരുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ ദേവാലയത്തിൽ കൊണ്ടുവരണമെന്നുള്ളത് അപ്പൻ്റെ നിർബന്ധമായിരുന്നു. കല്ലുപ്പാറപ്പള്ളിയിൽ തന്നെ അടക്കണമെന്നുള്ളത് അപ്പൻ്റെ വാശിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നതും ഇന്ന് ഈ ക്രമീകരണങ്ങൾ ചെയ്യുന്നതും. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ വികാരിയച്ഛനും അസിസ്റ്റന്റ് വികാരിയച്ഛനും രണ്ടുപേരും ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് സഹായിച്ചു. അവരോടുള്ള സ്നേഹവും നന്ദി ഞാൻ അറിയിക്കട്ടെ. ഈ നിന്ന് വൈദികരിൽ എത്ര പേരെ ഞാൻ വിളിച്ചു എന്ന് എനിക്കറിയത്തില്ല. പലരുടെയും നമ്പർ പോലും എൻ്റെ കയ്യിലില്ല. ഞാൻ മദ്രാസിൽ വളർന്നതുകൊണ്ട് ഇവിടുത്തെ പല വൈദികരെയുമായിട്ട് എനിക്ക് അത്ര ആത്മബന്ധമൊട്ടും ഇല്ലാതാണ്. പക്ഷെ എങ്കിലും എല്ലാ വൈദികരും, ഇവിടെ കടന്നു വന്ന എല്ലാ വൈദികരോടും എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ പേരിൽ, എൻ്റെ പേരിൽ ഉള്ള സ്നേഹവും നന്ദി ഞാൻ അറിയിക്കട്ടെ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ വന്യനായ ഡേവിഡ് റംബാച്ച, അദ്ദേഹത്തിൻ്റെ സഹോദരൻ വന്യനായ റോയച്ചൻ എൻ്റെ ആത്മീയ പിതാവാണ്. അതേപോലെ തന്നെ മലങ്കര സഭയുടെ വൈദിക സംഘത്തിൻ്റെ ചുമതല വഹിക്കുന്ന നാനാൻ അച്ഛൻ, എന്നെ കുഞ്ഞുനാളിൽ മുതലേ ഞാൻ അച്ഛനെ എനിക്കറിയാം. എൻ്റെ പള്ളിയിൽ അച്ഛൻ ആദ്യത്തെ കൺവെൻഷൻ അച്ഛൻ അവിടെ ആണ് നടത്തിയത്. ഇവിടെ നിൽക്കുന്ന ഓരോ വൈദികരും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. സമയം അതിക്രമിച്ചതുകൊണ്ട് ഒറ്റ വാക്കിൽ നിങ്ങളോട് ഏവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കും. ഭവനത്തിലും ദേവാലയത്തിലുമായി വന്ന എല്ലാ വൈദികരോടും ഷമാശന്മാരോടും മറ്റ് സഭകളിൽ നിന്ന്, പ്രത്യേകിച്ച് സഹോദരി സഭകളിൽ നിന്നൊക്കെയും വന്നവർ, മലങ്കര കത്തോലിക്ക സഭയുടെ ജോഷുവ മാർ ഇഗ്നാത്തിയോസ്, അഭിയന്യ തോമസ് മാർ കൂർലോസ് തിരുമേനി, ഒപ്പം തന്നെ മാർ തോമസ് സഭയിലെ മാത്യൂസ് മാർ സെറാഫിൻ തിരുമേനി, ബിലീവേഴ്സ് ചർച്ചിലെ സിൽവാനോസ് തിരുമേനി, ഇവാഞ്ചലിക്കൽ സഭയുടെ പ്രിസൈഡിംഗ് ബിഷപ്പായിരിക്കുന്ന എൻ്റെ അമ്മാച്ചനും കൂടിയായ വന്യ ജോർജ് പെൻ തിരുമേനി, ഈ ഫോണിലൂടെ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അഭിയന്യ യൂലിയോസ് തിരുമേനിയോടും, ഇഡ്രാസ്പതിരാസന മെത്രാപ്പോലീത്ത അഭിയന്യ ഫീലക്സ് ന്യൂസ് തിരുമേനിയോടും, യാക്കോബായ സുറിയാനി സഭയിലെ അനേകം പിതാക്കന്മാർ എന്നെ ഫോൺ വിളിച്ച് ആശ്വസിപ്പിച്ചു, കുടുംബത്തിന് അനുശോചനം അറിയിച്ചു. അവരോടൊക്കെയുള്ള സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കട്ടെ. മലങ്കര കത്തോലിക്ക സഭയിൽ ബദനി ആശ്രമത്തിലെ വൈദികരും ഇവിടെയുണ്ട്. മോർത്തമ സഭയിലെ റൂണി അച്ഛൻ ഉൾപ്പെടെ, എൻ്റെ സഹപാഠിയായ കനാനായിലെ തോമസ് അച്ഛനും ഉൾപ്പെടെ ഇവിടെ ഉണ്ട്.
എല്ലാവരുള്ള സ്നേഹവും നന്ദി അറിയിക്കട്ടെ. ഈ ഇടവക ഞങ്ങളുടെ നാട്ടിൽ മദ്രാസിൽ നിന്ന് വരുമ്പോഴത്തേക്കും വേണ്ട ചെയ്തു തന്ന സ്നേഹത്തിന്, ക്രമീകരണങ്ങൾക്ക് നന്ദി ഞാൻ പറയട്ടെ. ഏതെങ്കിലും വിധത്തിൽ എൻ്റെ അപ്പൻ്റെ ഷോർട്ട് ടെമ്പർ കാരണം ദേഷ്യപ്പെടുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ മനസ്സ് എപ്പോഴെങ്കിലുമൊക്കെ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മകൻ എന്നുള്ള നിലയിൽ ഞാൻ ക്ഷമ പറയും. നിങ്ങൾ തുടർന്ന് എൻ്റെ അപ്പനെ പ്രാർത്ഥനയിൽ ഓർക്കുക. വന്യവൈദികരോടൊരപേക്ഷ, നിങ്ങൾ അർപ്പിക്കുന്ന കുർബാനയിൽ, ഞാനിപ്പോൾ ഒരു ഇടവക വികാരിത്വമുള്ള ഒരാളല്ല, ഞാൻ തടാകം ആശ്രമത്തിലെ അച്ഛനാണ്, പഠിത്തത്തിന് വേണ്ടി അവധിയെടുത്ത് ഇവിടെ താമസിക്കുന്ന ഒരു അച്ഛനാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുർബാന ഇടാനുള്ള അവസരം എനിക്കില്ലാതാൻ. അതുകൊണ്ട് നിങ്ങൾ കുർബാന അർപ്പിക്കുമ്പോൾ പാവപ്പെട്ട എൻ്റെ അപ്പനെ ഒന്ന് ഓർക്കണം. കുർബാനയിൽ നിങ്ങൾ അദ്ദേഹത്തെ ഓർക്കണം. എൻ്റെ അപ്പൻ്റെ കൂടെ പഠിച്ച സഹപാഠികളായിരിക്കുന്ന ചിലരുണ്ട്. എൻ്റെ അപ്പനെ സ്നേഹിക്കുന്ന ഒത്തിരി പേര്, പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ്റെ കുടുംബത്തിൽ നിന്ന്, അമ്മയുടെ കുടുംബത്തിൽ നിന്നൊക്കെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ അയൽവാസി ഏവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വൈദിക ശ്രേഷ്ഠർക്കുള്ള ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങൾ വികാരി അറിയിക്കുന്നതായിരിക്കും. ഇത് കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള റിഫ്രഷ്മെൻറ്റും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടെന്നും കൂടി അറിയിക്കട്ടെ.